ഇതെൻ്റെ അടിപൊളിയായിട്ടിരുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡനാണ് കേട്ടോ. പണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പോൾ കുറേ വർഷമായിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുമ്മേ ചെടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നു. പല ഡിസൈനിൽ ഞാൻ ചെടികളൊക്കെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് എനിക്ക് സ്ഥലം കുറവായി. ഓരോ ചെടികളൊക്കെ വെച്ച് ചെടികൾ ഒത്തിരി ആയി വരുംതോറും എനിക്ക് സ്ഥലം ഒട്ടും ഇല്ലാതെ വരാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സൈഡിലേക്ക് മാറ്റി മാറ്റി പല സ്ഥലങ്ങളിലായിട്ട് വെച്ചു കിട്ടാം. വെച്ച് കഴിയുമ്പോഴൊക്കെ എന്താ കുഴപ്പമെന്നറിയോ, ഒരു സൈഡ് മറിഞ്ഞു പോകും, ഒരു സൈഡ് മറിഞ്ഞിരിക്കും. അപ്പോൾ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നനയ്ക്കലും വളമിടലും ഒക്കെ ഒരു സൈഡാണ് കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ. ഒരു സൈഡ് അപ്പോൾ ചെടികൾ മോശമായി പോവും, ഒരു വൃത്തിയില്ലാണ്ട് വരുന്നു. അങ്ങനെയായിപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും ഒരു പണി വീട്ടിൽ വരുമ്പോൾ അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ ഇത്രയും പണി നടന്നപ്പോൾ ഞാൻ എൽബിനോട് പറഞ്ഞു, എനിക്കിതിങ്ങനെ ചെയ്തു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്തു തരാൻ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പിയും പട്ടയൊക്കെ കുറച്ച് കുറവായിരുന്നു, എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അവൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഇതുമേ നിവർത്തി ഫ്ലാറ്റായിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കണേ. അപ്പോൾ ഫ്ലാറ്റായിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് ഏത് ഡിസൈനിൽ വേണം എനിക്ക് ചെടികൾ വയ്ക്കാൻ പറ്റും. എനിക്ക് കുറച്ച് ചെടികൾ കപ്പുകളൊക്കെ എനിക്കുണ്ട് കേട്ടോ. വെർട്ടിക്കൽ ഗാർഡൻ്റെ പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ച് വെച്ചേക്കുമായിരുന്നു. അതിനകത്ത് നല്ല നല്ല ചെടികളൊക്കെ ഇനിയും പ്ലാന്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഡിസൈനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയും ഓരോരോ ഡിസൈനുകളൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നിവർത്തി ഇപ്പം ഞാനത് നല്ല ഭംഗിയായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നീടല്ല ഇത് ഹോയ പ്ലാന്റുകളാണ് കേട്ടോ. ഹോയ പ്ലാന്റ് ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് നോക്കിയതാണ്, ഒരു ഡിസൈൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എനിക്ക് കുറച്ച് പോട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഞാൻ എനിക്ക് ചെയ്യാനുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിക്കേ. അപ്പം എൻ്റെ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.